എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആക്കുളം നമ്മുടെ വണ്ടിക്കകത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് ഇനി വേറെ വീഡിയോ എടുക്കാനൊന്നും ഒരിടത്തും പോകാനൊന്നും പറ്റിയില്ല. അപ്പം പോകുന്ന വഴിയിലുള്ള വീഡിയോകളൊന്നും എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്. നോക്കാം. ശാലിനെ കൂടി വിളിക്കണം. വിളിച്ചുകൊണ്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ. സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലം അറിയാമോ? അവിടെല്ലാം നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് വെച്ചാൽ നല്ല ബ്ലോക്കാണ്. ഇതിൻ്റെ ഇടയിൽ വണ്ടികൾ ഈ സൈഡിൽ കൂടി പാർക്ക് ചെയ്യുന്നതും കൂടി ഇട്ടിരിക്കുകയാണ്. പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. സ്കൂൾ വിട്ടതിൻ്റെ തിരക്കാണ്. നല്ല വെയിലുണ്ട്, നല്ല തിരക്കുമുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എല്ലാം സൈഡിലുള്ള ഇഷ്ടം പോലെ വണ്ടികൾ അങ്ങനെ കിടക്കുക. ബ്ലോക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചെന്നൈ സ്കൂളിൻ്റെ ബ്ലോക്കാണ്. അത് കണ്ടാണ് വണ്ടിക്ക് വണ്ടികളൊന്നും. ഇനി ശാലിനെയും കൂടി വിളിച്ചിട്ടാണ് നമുക്ക് വീട്ടിൽ പോകാം. ശാലിനൊക്കെ ഇന്ന് 4:30 വരെയാണ് സ്കൂൾ. ഇനി താഴെ കൊണ്ടുവന്ന് കുടിക്കണം. അതുകൊണ്ട് ഇവിടെ ചായക്കടയിൽ ഭയങ്കര തിരക്കാണ്. അങ്ങോട്ട് കാണി. സ്കൂളിൻ്റെ ടൈം ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. ഗേൾസ് പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്കൂൾ വിട്ടുള്ള തിരക്കാണ് ഈ കാണുന്ന കാഴ്ചകൾ. പട്ടത്ത് NHSൻ്റെ അടുത്തുള്ള സ്കൂളിലെ കാഴ്ചകൾ. നമ്മൾ ശാലിനെ നോക്കിയിരിക്കുകയാണ്. ശാല് വന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സുകൾ ഇഷ്ടം പോലെ വരണം. റോഡ് സൈഡിൽ ഇഷ്ടം പോലെ ബസ്. എന്തിനു പറയുന്നത് എന്ത് പറയുന്നത്? ചെറിയൊരു തട്ടുകട ചായക്കടയുണ്ട്. കടയുടെ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പം ശാലിന് സ്കൂളിന് വിട്ടിട്ടില്ല.
സ്കൂളിലെ വണ്ടികളും ഇതിലേക്കൂടി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ഇതാണ് ഈ കാണുന്നത് ഭാഗങ്ങൾ. വണ്ടികൾ വരുന്നത് കാണാൻ നല്ല സ്റ്റൈലാണ്. സ്കൂൾ ബസ്സുകളും വരുന്നുണ്ട്, അല്ലാതെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ എല്ലാം പോകുന്നുണ്ട്. എല്ലാ വണ്ടികളും സ്കൂൾ ബസ്സുകളെല്ലാം ഇതുവഴി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണാനില്ല. അപ്പോൾ നമ്മൾ പട്ടം സ്കൂളിൽ നിന്ന് നമ്മൾ തിരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ പട്ടത്താണ് പോകുന്ന വഴി. പട്ടം ചിത്ര നഗർ, ഈ സൈഡിൽ ചിത്ര നഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അത് താഴോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. സിഗ്നൽ ജംഗ്ഷൻ്റെ അടുത്ത് നമ്മൾ എത്തി. ട്രാഫിക് സിഗ്നൽ ഇവിടെ നിന്നാണ് നമ്മൾ 3-4 റോഡ് അടുത്തൊക്കെ തിരിയുന്നത്. മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന റോഡും പിന്നെ പട്ടത്തുനിന്ന് നേരെ കേശദാസപുരം പോകുന്ന റോഡ്, അതുപോലെ കവടിയാറ് പോകുന്ന റോഡ്, പിന്നെ കിഴക്കേക്കോട്ട, പാളയം, അങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തോട്ടും പോകാം. ആ റോഡ് ആ സ്ഥലത്തേക്ക് കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇപ്പം കവടിയാറിലോട്ട് പോകുന്ന റോഡ്. മരപ്പാലത്തോട്ട് പോകുന്ന റോഡാണ്. മരപ്പാലം വഴി ഈ സൈഡിൽ കണ്ട മാങ്ങാപ്പഴം ഒരു അമ്മച്ചി ഇത് വയ്ക്കുന്നുണ്ട്. ഐറ്റങ്ങൾ മുതൽ തുടയ്ക്കുന്ന എല്ലാ ഐറ്റം, മോപ്പ് തൂക്കുന്നതും മോപ്പ് ഐറ്റങ്ങൾ എല്ലാ ഐറ്റങ്ങളും കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഉണ്ട് കണ്ട ഫ്രണ്ടിൽ കണ്ട ഇവിടെ പനങ്ങയൊക്കെ ഇരിപ്പുണ്ട് ആ സൈഡിൽ. ഇന്ന് നമ്മൾ പട്ടം സ്കൂളിലേക്ക് നമ്മൾ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ആ വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ചെറിയ ചെറിയ കാഴ്ചകൾ. ഇവിടെ കരിക്ക് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. 2 ഐറ്റം കരിക്കുണ്ട്. ഈ സൈഡിലൊക്കെ ഫ്ലാറ്റിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. വലിയ ഫ്ലാറ്റിന്റെ പണികൾ നടക്കുന്നുണ്ട്. ഇതുണ്ട് ഈ സൈഡിൽ. ഫ്രഷാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കവടിയാറ് കുറവൻകുണം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറവൻകുണം ജംഗ്ഷനാണ് ഈ കാണുന്നത്.
പോവാം. ആ റോഡ് നേരെ വലത്തോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വേണ്ട വലത്തോട്ട് പിടിച്ച് കഴിഞ്ഞാൽ മീസത്ത് പോവാം. പിന്നെ അതേപോലെ നേരെ ഇടത്തോട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പേരൂക്കട പോവാം. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ കവടിയാർ പോകും. പിന്നെ ഈ ഇടത്തോട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഈ ഇടത്തോട്ട് റോഡുണ്ട്, പക്ഷേ ആ റോഡ് എനിക്ക് കമൻറ്റ് ചെയ്യാം. ആരും ഒരു ഇഞ്ച് വിട്ട് കയറത്തില്ല. വണ്ടി പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് കൊണ്ട് കയറുന്നത്. അത് കണ്ടോ വണ്ടികൾ കൊണ്ടു അതുകൊണ്ട് കുറച്ചിട്ട് പോകുന്നതാണ് വിചാരിച്ചത്. എല്ലാവർക്കും ഒരു നിൽക്കാനുള്ള ഒരു സമയമില്ല, എല്ലാം വെപ്രോളമാണ് പോകാൻ വേണ്ടി ഉള്ള ധൃതി. ഇത് ഈ കുറവങ്ങോട് ജംഗ്ഷൻ്റെ ഇതാണ് ഈ കാണുന്നതെല്ലാം. റോഡുകളിലുള്ള മരങ്ങളൊക്കെ കുറച്ചൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഇങ്ങോട്ടൊക്കെ ചാഞ്ഞ് കിടന്ന മരങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു ചായക്കടയുണ്ട്, ജിമ്മും ഉണ്ട്, ഹോട്ടല്, ചെറിയ ഈ ചായക്കട. ഇവിടെ ഒരു ആക്സിസ് ബാങ്ക് ഉണ്ട് ഈ സൈഡിൽ, ഇടത്തെ സൈഡിൽ. ഇത് കുറവംകുണത്താണ് ഈ സ്ഥലം. അതുകൊണ്ട് ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. കവടിയാർ ജംഗ്ഷൻ്റെ അടുത്തോട്ട് നമ്മൾ എത്താറായി കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കവടിയാർ സ്കൂൾ, ഈ വലത്തെ സൈഡിൽ കാണുന്നത്. ഇതാണ് കവടിയാർ 4 റോഡ്. കവടിയാർ 4 റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടത്തോട്ട് പോകുന്നത് പേരൂക്കട പോകും. അമ്പലമുക്ക് പേരൂക്കട ഇടത്തോട്ട് പോകുന്നത്. വലത്തോട്ട് പോകുന്നത് വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, അങ്ങനെ ആ റോഡ് പോകുന്നത്. പിന്നെ ഇവിടുന്ന് ശക്തലം കൂടി നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ശാസ്താംകുളം ചെന്ന് കയറാം. അതുകൊണ്ട് ഇപ്പോൾ സ്കൂൾ വിട്ട് ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, റോഡുകളിൽ നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. നമ്മൾ കണ്ടിപ്പം വലത്തോട്ട് പിടിക്കുകയാണ് ഡീസൽ അടിക്കാൻ വേണ്ടി. അവിടുന്ന് വണ്ടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ലോ ചെയ്ത് വണ്ടി പോയി. ഇനി നമുക്ക് അടുത്തോട്ടൊന്ന് കയറാം. കവടിയാർ ജവഹർനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ പോകുന്ന റോഡാണ് ഈ കാണുന്നത്. നമ്മൾ ഡീസലും അടിച്ചിട്ട് ഇതുവഴി നേരെ ഇതാണ് ജവഹർനഗറിലേക്ക് പോകുന്ന റോഡ്. റൈറ്റിലോട്ട് ഇടുന്നുണ്ടോ? ഈ റൈറ്റിലോട്ട് ഇടുന്ന റോഡാണ് ജവഹർനഗർ. നമുക്ക് വേണ്ട ഇതുവഴി നേരെ ഇവിടെയെല്ലാം വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ട്. ഇവിടുത്തെയൊക്കെ റേറ്റുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തല കറങ്ങി ബോധം കിട്ടും. ഇവിടെയൊന്നും ഒരു സെൻറ്റ് വാങ്ങിക്കാൻ സ്ഥലമില്ല. കടലാസ് ചെടി പൂത്ത് കിടക്കുന്നത്, കടലാസ് ചെടി പല വെറൈറ്റി കളറായിട്ടുള്ള ഇതാണ്. കണ്ടോ ഈ സൈഡിൽ മതിൽ നിറച്ച് അതേ ഉള്ളൂ. ഇവിടെ അടുത്തുള്ള ഇതാണ്
നെല്ലിക്ക കിടക്കുന്നുണ്ട്. വലത്തെ സൈഡിൽ നിറച്ച നെല്ലിക്കയുണ്ട്. വലിയ വലിയ നെല്ലിക്ക കിടക്കാനുണ്ട്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ പൈപ്പ് മൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വേണ്ട ഈ പൈപ്പ് മൂട്ടിൽ നിന്ന് ശ്വാസം നമ്മൾ കയറുന്നില്ല. കാഞ്ഞിരംപാറ വഴിക്ക് പോകാൻ വേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് വഴി ശിവോദയ അതിൻ്റെ സൈഡിൽ കൂടി പോകാൻ വേണ്ടിയിട്ടുള്ള റോഡിലോട്ടാണ് നമ്മളിപ്പം കയറുന്നത്. അപ്പോൾ നമ്മൾ എന്തൊരു കടലാസ് അതുകൊണ്ട് ഈ മതിലെല്ലാം ഇടിഞ്ഞ് ഇപ്പം വീഴുമെന്ന് തോന്നുന്നു. അതേപോലെ വേണ്ട ഇളകി മറിഞ്ഞ് നിൽക്കുക. ഇതൊക്കെ ഏത് നിമിഷവും ആരുടെയെങ്കിലും തലയിൽ കൂടി വന്ന് വീഴും. ഇവിടെ നിന്ന് വലത്തോട്ട് പിടിച്ചാൽ വീണ്ടും പൈപ്പ് കൂടി തന്നെ പോകും. അവിടെ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രം. നമ്മൾ ഇതാണ്ട് കാഞ്ഞിരംപാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡിലേക്ക് പോവുകയാണ്, ക്രോസ് ചെയ്യാണ്. നല്ല നല്ല ആൾക്കാർ വഴി ഒതുക്കി തന്നു ആ ചേച്ചി. ചെറിയൊരു അരുവി അതുകൊണ്ട് അപ്പുറത്തെ സൈഡ് ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഈ വഴിയെ കൂടി അങ്ങനെ കയറുന്നതാണേ. ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഇതുണ്ടോ വാഴക്കൃഷികൾ. രണ്ട് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എറിയിപ്പോവും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നിന്ന് വേർക്കും. ഇതാണ് ശിവോദയ ആശുപത്രി. അപ്പോൾ നമ്മൾ കാഞ്ഞിരംപാറയിലെത്തി. കാഞ്ഞിരംപാറയിൽ നമ്മൾ പോവുകയാണ്. കാഞ്ഞിരംപാറ വട്ടിയൂർക്കാവ്. കാരണം ഈ സൈഡിൽ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു ഇറക്കി വീതി പൊട്ടുക. എന്തായാലും ഉടനെ തന്നെ ഇതിൻ്റെ വർക്കുകളെല്ലാം വലിയ താമസിക്കാതെ റോഡ് പണിയൊക്കെ കഴിയും. ഇപ്പോൾ റോഡപ്പം നല്ല വലിയ റോഡൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്ക് വരത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പം നല്ല തിരക്കാണ്. മുസ്ലിം പള്ളി അതിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. പള്ളിയുടെ അടുത്ത് ആണ് പോകുന്നത്. ഇതുകൊണ്ട് ബസ്സൊക്കെ ഇങ്ങോട്ട് നോക്കിയാണ്. തിരക്കിൻ്റെ ബ്ലോക്കാണ്. ഇവിടെ എപ്പം നോക്കിയാലും ബ്ലോക്കാണ്. എപ്പം നോക്കിയാലും ഇവിടെ പോയെങ്കിൽ ബ്ലോക്കാണ്. ചില സമയത്തൊക്കെ അരമണിക്കൂറൊക്കെ ഇവിടെ ഒന്ന് കിടക്കേണ്ടതായിരുന്നു. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നേരത്തെ. ഇപ്പം ഒരുവിധം അത്രയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു 10-15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും ഡീസലും കത്തി അത്രയും ബ്ലോക്ക് വന്ന് കിടക്കുകയും ചെയ്യേണ്ടി വരും. ഈ സൈഡിലുള്ള ചെറിയ കടകളെല്ലാം പൊളിച്ചു മാറ്റി തുടങ്ങി. ഇതുണ്ട് ഇതൊക്കെ നേരത്തെ ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കട ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റി. ഇവിടെ ഒരു വട്ടിയൂർക്കാവിൽ ഇവിടെ ഒരു മുല്ലപ്പൂ കടയുണ്ട്. ഹാരം അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കടയാണ് ഇവിടെ ഈ ഇടത്തെ സൈഡിൽ. കൊലക്കട എല്ലാം ഉണ്ട്. നമ്മൾ കണ്ട പുളിയർക്കുളത്തോട്ട് പോകുന്ന റോഡിലേക്ക് നമ്മൾ തിരിയാണ്. അപ്പോൾ പുളിയർക്കുളം റോഡ് ആ ഇടത്തോട്ട് കിടക്കുന്നത് നെട്ടയം പോകുന്ന റോഡാണ്. ഇനിയിപ്പോൾ അതാണ്ട് ഇവിടെയൊക്കെ വീതി കൂടി ഇതെല്ലാം ഒന്ന് വീതി കൂടി ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗമൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ പൊളിക്കാനുണ്ട്. ഇനി പൊളിച്ച് വീതി കൂട്ടാനുണ്ട്. ഇവിടെയൊക്കെ അറിയാം എപ്പോഴും തിരക്കിൻ്റെ നഗരം പറയുന്നത് ഇവിടെയൊക്കെയാണ്. ബ്ലോക്ക് ആയിക്കൊണ്ടേയിരിക്കും ഈ റോഡ്. ഈ തോപ്പൊക്കെ പോകുന്ന റോഡ് ഇപ്പോൾ ഇതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുക. ഇനി പൊളിച്ചു മാറ്റാനുണ്ട്. അതുകൊണ്ട് ഇവിടെ മാമ്പഴം 2 കിലോ 100 രൂപ. ഇവിടെ പ്ലംബിങ്ങിൻ്റെ സാധനമൊക്കെ കണ്ട ഈ ഒരു കട. ഇവിടെ ലോട്ടറി കട, പഴം പച്ചക്കറി കട, ഒരു ചായ കട. ഇവിടെ ഇതാണ് മെഡിക്കൽ സ്റ്റോർ. ഇവിടെയാണ് നമ്മുടെ മാർച്ചും ഇരിക്കുന്നത്. മോറ് ഈ വലത്തോട്ടുള്ള റോഡ് പോകുന്നത് കൊലശേരം പോകുന്ന റോഡാണ്. കൊലശേരം പിന്നെ അതുവഴി പേടൊക്കെ പോവാം. പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഇത് കല്ലുമല പോകുന്ന റോഡാണ് ഇടത്തോട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയും 2 കിലോ 100 രൂപ, 3 കിലോ 100 രൂപ. അതെന്തിനാണ് 3 കിലോ 100 രൂപ? അത് മാമ്പഴമായിരിക്കും. ഈ റോഡൊക്കെ നോക്കി എത്ര പ്രാവശ്യം കുത്തിപ്പൊളിച്ച് കിടന്ന സ്ഥലത്ത് ശകലം കൊണ്ട് കുഴച്ചിടും. വീണ്ടും അവിടെ തന്നെ കുഴിയാണ്. വണ്ടി ഓടും തോറും കുഴിഞ്ഞ് കട്ടറായി കിടക്കുകയാണ്. അതൊക്കെ ഈ ടാറൊക്കെ കൊണ്ടിടുന്നത് നേരെ ഇത്
പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഇതുവരെ നമുക്ക് കിട്ടിയതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടണം. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ചെയ്യാത്തവരെല്ലാം കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.